സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് നാം എണ്ണ വാങ്ങുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു നമ്മൾ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ എണ്ണ വാങ്ങുന്നത്. അപ്പോൾ യുക്രൈന് സോവിയറ്റ് യൂണിയനിലുള്ള ഈ തല്ലും സംഘർഷമൊക്കെ നടക്കുമ്പോൾ ശരിക്കും നമ്മൾ എണ്ണ കൂടുതൽ വാങ്ങുന്നത് കൊണ്ട് അമേരിക്ക അവർക്ക് യുദ്ധത്തിൻ്റെ ഒരു സഹായവും യുദ്ധോപകരണ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ ഒരു സഹായവും സോവിയറ്റ് യൂണിയന് കിട്ടുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ അമേരിക്കൻ നാറ്റോയും അമേരിക്കയും കൂടി റഷ്യയെ തകർക്കാനായിട്ട് നടക്കുകയാണ്. USSR അല്ല, റഷ്യ എന്ന രാജ്യത്തെ തകർക്കാനായിട്ട് നടക്കണം. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്താവന ഇറക്കി. ലോകത്തെ ഏതെങ്കിലും രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുമെങ്കിൽ അവരെ ഞങ്ങൾ ഉപരോധിച്ചിരിക്കും. ഇത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷമാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. റഷ്യയിലേക്കുള്ള എണ്ണ കൊണ്ടുപോക്കൽ, റഷ്യയിൽ നിന്ന് വാങ്ങൽ, റഷ്യയെ പിടിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ലോകത്തിൽ ഇന്ത്യയുടെ നിന്നുള്ള എല്ലാ രാജ്യങ്ങളോട് പറഞ്ഞു, ആരൊക്കെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമോ അവരെല്ലാം അനുഭവിക്കും എന്ന് പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു പോടെ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി എണ്ണയുടെ 35% റഷ്യയിൽ നിന്നാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളാണ് ലിസ്റ്റിൽ പിന്നുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം റഷ്യയാണ്. അത് കഴിഞ്ഞ് ഇറാഖിൽ നിന്നും സൗദിയിൽ നിന്നും UAE നിന്നും രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എണ്ണ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞ് ഇന്ത്യക്കാരോടും കൂടി പറഞ്ഞു, നിങ്ങൾ ഇറക്കരുത്, റെഡിയാക്കി കളയുമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 10 താഴെ രാജ്യങ്ങളായിരുന്നു എണ്ണയ്ക്കായി ഇന്ത്യയെ ആശ്രയിച്ചിരുന്നത്. സ്വാഭാവികമായി എണ്ണ ലഭ്യതയുള്ള കുറവ് ആശങ്ക നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് പെട്രോളിയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2020 ആയപ്പോഴേക്ക് ഇന്ത്യ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ എണ്ണം 27 ഉയർത്തി. നമ്മൾ കൂടുതൽ രാജ്യങ്ങൾ വാങ്ങാൻ തുടങ്ങി. 40 രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ മേടിക്കും. അപ്പോൾ ഇവനാരാടെന്ന് പറഞ്ഞു ഉടനെ വെല്ലുവിളിക്കുന്നു. അവർ കയറി വെല്ലുവിളിക്കണം. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടി കഴിഞ്ഞ ദിവസം ഇന്ത്യയെ പേരെടുത്ത് പരാമർശിച്ചില്ല, അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, റഷ്യൻ എണ്ണ വാങ്ങുന്നവരെല്ലാവരും അനുഭവിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മറുപടിയായി എവിടെ നിന്ന് എണ്ണ വാങ്ങുമെന്ന് ഞങ്ങൾ ആലോചിച്ചോളാം, നിങ്ങളെ എണ്ണയൊക്കെ നിങ്ങളവിടെ വെച്ചോളൂ, ഞങ്ങൾ തീരുമാനിക്കും എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് വളരെ കൃത്യമായി മോദി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും വിദേശകാര്യമന്ത്രിയും പറഞ്ഞു. നിങ്ങൾ പറയാതെ ഞങ്ങളെ പേര് പറയുന്നുണ്ട്, പക്ഷേ അത് വേണ്ട, നിങ്ങളത് മനസ്സിലാക്കിക്കോളൂ. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് പുരിയും എണ്ണ വാങ്ങലിൽ ഇന്ത്യൻ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് എണ്ണ കിട്ടുമോ അവിടെ നിന്ന് മേടിക്കും. ഏത് രാജ്യത്ത് മേടിക്കുമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, അതിൻ്റെ ആരുടെ അഭിപ്രായം ഞങ്ങൾ പരിഗണിക്കുന്നില്ല തൽക്കാലം എന്നായിരുന്നു പുരിയുടെ അഭിപ്രായം. ഈ വർഷവും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങൽ വർദ്ധിച്ച് കൂടിയിട്ടുണ്ട്. സ്വകാര്യ കമ്പനികളെ റിലയൻസും നയാരയും അവരുടെ വാങ്ങലിൻ്റെ 50%-ലേറെയും റഷ്യയിൽ നിന്നാണ്. അപ്പോൾ സ്വകാര്യ കമ്പനികൾ വാങ്ങുന്നത് 50% റഷ്യയിൽ നിന്നാണ്. നമ്മുടെ പബ്ലിക്കായിട്ട് ഗവൺമെൻറ് വാങ്ങുന്ന 35%. ക്രൂഡ് ഓയിൽ ഈ ദിവസങ്ങളിൽ വില ഉയർന്നിട്ടുമുണ്ട്. $70 ആഗോള വിപണിയിൽ എണ്ണ വിലയിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും നമ്മളെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളടുത്ത് വർത്താനം പറയേണ്ട കാര്യമില്ല എന്ന് കാര്യം നമ്മൾ പലപ്പോഴും അമേരിക്കയുടെ പിറകിൽ നിൽക്കുന്നു, നരേന്ദ്ര നീ പൂട്ടിക്കോ അല്ലെങ്കിൽ ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അടച്ചു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, മറ്റേ വെടിനിർത്തൽ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പറയേണ്ട സ്ഥലങ്ങളിൽ പറയേണ്ട രീതിയിൽ പറയേണ്ടതുപോലെ പറയാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും. അതുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ എണ്ണ വാങ്ങണ കാര്യമൊന്നും ഞങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങും. ഞങ്ങൾക്ക് സൗജന്യമായോ അല്ലെങ്കിൽ ഫ്രീ ആയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വില കുറച്ചോ തരുന്ന രാജ്യങ്ങളിൽ മേടിക്കും. അത് റഷ്യയാണ്, അല്ല റഷ്യയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് മേടിക്കും. പിന്നെ ഇറാൻ, ഇറാഖ്, അല്ല സൗദി അറേബ്യ, അതല്ല UAE രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾ മേടിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള 40 രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ മേടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങൾ ഞങ്ങൾ എണ്ണ മേടിക്കും. ഇഷ്ടമുള്ള രാജ്യങ്ങളുമായി ഞങ്ങൾ വ്യാപാര കരാറിൽ ഏർപ്പെടും. അതിലൊന്നും അമേരിക്ക കൊണ്ട് തലവെക്കേണ്ട കാര്യമില്ല എന്ന് വളരെ കൃത്യമായി ഇന്ത്യയിലെ പെട്രോളിയം മന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഈ കിടന്ന് ഹാലിളകുന്നതിലൊരു കാര്യമില്ല. നമ്മളെ പേര് പറയാതെയാണ് അവർ പറഞ്ഞത്, പക്ഷേ ഒരു കാര്യമില്ല. നമ്മൾ പറയാനുള്ളത് വളരെ കൃത്യമായി, അവർ നമ്മളെ പേര് പറയാതെ പറഞ്ഞെങ്കിലും നമ്മൾ പേരെടുത്ത് തന്നെ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്, ഈ കളി വേണ്ട, ഞങ്ങൾക്കറിയാൻ ഏത് രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങണമെന്നും എന്താണ്. അപ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പേരും പ്രശസ്തിയും ഒന്നുകൂടി ബലപ്പെടുന്ന ഒരു ധൈര്യപ്പെടുന്ന ഒരു പരിപാടിയാണ് നരേന്ദ്രമോദിയിൽ നിന്നും രാജ്യത്തു നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വീണ്ടും നമുക്ക് ഊർജ്ജം നൽകുന്നതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭീകരവാദ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി ഇന്ത്യ പാകിസ്ഥാനിലെ അടിയൊക്കെ നടന്നപ്പോൾ ഉടനെ തന്നെ ട്രംപ് പറഞ്ഞു നിങ്ങൾ നിർത്തിക്കോണമെന്നൊക്കെ പറഞ്ഞ് വേറെ ഉടായ്പകളോട്ടൊക്കെ വന്നു. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. ട്രംപിൻ്റെ വിലയൊന്നും ലോകത്ത് ഒരു രാജ്യവും വിശ്വസിച്ചില്ല. ട്രംപ് പറഞ്ഞു ഞാനാണ് ഇതൊക്കെ നിർത്തിയതെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. നമ്മൾ 59 രാജ്യങ്ങളിൽ 32 ജനപ്രതിനിധികൾ, പാർലമെൻറ്റ് അംഗങ്ങളെയൊക്കെ ഇവിടെ നിന്ന് അയച്ച് നമ്മൾ ലോകരാജ്യങ്ങളോടെല്ലാം ഇത് ബ്രീഫ് ചെയ്തപ്പോൾ ട്രംപിന് വീണ്ടും അടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയിലെല്ലാം രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ ഒന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ എണ്ണയുടെ കാര്യത്തിൽ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിൽ ട്രംപിനൊരു അസൂയയുടെ ആവശ്യമില്ല. നമ്മൾ തുടർന്നും വില കുറച്ച് തരികയാണെങ്കിൽ റഷ്യയിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടിരിക്കും.